وجهه فأنكروا عند ذلك عليه واستقيم ففعلوا ذلك. صلى الله على نبوء بإقرائه على المصطفى المختار خير البرية ربي صلاة المختار خير البرية وسلم أشرق القلب طفليا دينا من ثنيات الودنا رحمنا جميعا بجميع الصالحات آمين 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 يا رب العالمين. തഹ്ലീലും കാരുണ്യവാനായ റബ്ബ് അർഹമുർ റഹീമായ റബ്ബ് കബൂൽ ചെയ്യട്ടെ. ഇതിൻ്റെ മിഥില സവാബിന് നമ്മുടെ പ്രിയപ്പെട്ട രവികുട്ടി ഹാജിയുടെ ഖബറിടത്തിലേക്ക് അർഹമുർ റഹീമായ റബ്ബ് അവൻ്റെ മഹദ് ഫദ്ൽ കൊണ്ട് എത്തിച്ചു കൊടുക്കട്ടെ. നമ്മളിങ്ങനെ ആ സഹോദരന് വേണ്ടി ഒരുമിച്ച് കൂടിയിരിക്കുന്നു എന്ന സന്തോഷ വാർത്ത ഇപ്പോൾ തന്നെ അർഹമുർ റഹീമായ റബ്ബ് അവൻ്റെ മഹദ് ഫദ്ൽ കൊണ്ട് ആ ഖബറിലേക്ക് ആ റൂഹിലേക്ക് അറിയിച്ചു കൊടുത്ത് അവരെ സന്തോഷിപ്പിക്കട്ടെ. ആമീൻ. അവരെക്കുറിച്ച് ഒന്ന് രണ്ട് ഏകദേശം 20 വർഷത്തോളമായി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 20 വർഷത്തെ ബന്ധം ഈ പ്രിയപ്പെട്ട അലവിക്കുട്ടി ഹാജിയുമായിട്ട് ഉണ്ട്. മിക്കവാറും വെള്ളിയാഴ്ചകളിൽ അദ്ദേഹം റൂമിൽ വന്നുകൊണ്ട് വ്യക്തിപരമായ പല കാര്യങ്ങളും ഇങ്ങനെ സംസാരിക്കാറുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ അദ്ദേഹം സ്ഥിരമായി പറയാറുണ്ടായിരുന്ന ഒരു കാര്യം, റബ്ബ് എനിക്ക് കണ്ടമാനം നിഅമത്തുകൾ ചെയ്തു. ഇഷ്ടം പോലെ എനിക്ക് സ്വത്തുണ്ട്, ഇഷ്ടം പോലെ എനിക്ക് പണമുണ്ട്, ദീനിന് ഖിദ്മത്ത് ചെയ്യുന്ന ആ വിഭാഗത്തിന്റെ ആ വ്യക്തിയുടെ ആ ആളുകളുടെ അമലുകൾ അല്ലാഹു സ്വീകരിക്കുന്നതാണ്. ആ അമലുകൾ മഖ്ബൂലും മബ്റൂറുമായി മാറുന്നതാണെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. അപ്പോ റബ്ബിനെ കുറിച്ച് ആലോചിക്കുക, പടച്ചോനെ മരിച്ചു പോകണമല്ലോ എന്നൊരു ചിന്ത ഉണ്ടാവുക, അതൊക്കെ നിരന്തരം കൊണ്ട് നടന്ന, അതിന് റബ്ബ് തൗഫീഖ് കൊടുത്ത ഒരു മനുഷ്യനായിരുന്നു അലവിക്കുട്ടേജി എന്നർത്ഥം. പിന്നെ ഇതിൽ നിന്നൊക്കെ നമ്മൾ പഠിക്കേണ്ട വലിയൊരു പാഠം, നമ്മളൊക്കെ പോകേണ്ടവരാണ്. ഒരു അപകടം കേൾക്കുമ്പോൾ, നമ്മൾ അറിയുമ്പോൾ നമ്മൾ ചൊല്ലുന്ന ദിക്റുണ്ടല്ലോ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നമ്മളൊക്കെ റബ്ബിന്റെ ഉൽപ്പന്നങ്ങളാണ്, റബ്ബിന്റെ ആളുകളാണ്, റബ്ബിലേക്ക് തന്നെ നമ്മൾ തിരിച്ചു പോകേണ്ടവരുമാണ്. അതാണല്ലോ ആ ദിക്റിന്റെ അർത്ഥം, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നമ്മളൊക്കെ റബ്ബിലേക്ക് പോകും, എല്ലാവരും തിരിച്ചു പോകും. ആർക്കും ഇവിടെ കണക്കാക്കിയതിനപ്പുറം ഒന്നും ലഭിക്കില്ല. റബ്ബ് കണക്കാക്കിയ ഒരു ആയുസ് ഉണ്ടാകും. ആ ടൈം എത്തുമ്പോ